Hello students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 4ലെ നെക്സ്റ്റ് ടോപ്പിക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫണ്ടമെൻ്റൽസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഡിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്, അല്ലെ കോഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള, പ്രോഗ്രാം എങ്ങനെ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വേരിയബിൾ നെയിംസ്, ഇങ്ങനെ ഫംഗ്ഷൻ നെയിം, മോഡൽ നെയിം ഒക്കെ എങ്ങനെ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിംഗ് ചെയ്തതിന് ശേഷം എറേഴ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടെസ്റ്റിങ്ങിൻ്റെ കേസസിൽ വരുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ടെസ്റ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫണ്ടമെൻ്റൽസിൽ വരുന്നത്. ഇൻട്രൊഡക്ഷൻ. ദ ഗോൾ ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു ഫൈൻഡ് എറേഴ്സ്. എ ഗുഡ് ടെസ്റ്റ് ഈസ് വൺ ദാറ്റ് ഹാസ് എ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ error. Test must have certain characteristics for finding the most errors with a minimum of effort. അപ്പോൾ എപ്പോഴും നമ്മൾ എറേഴ്സ് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം മിനിമം എഫേർട്ട് വെച്ചിട്ട് കൂടുതൽ ഇതായിട്ട് എറേഴ്സ് ഫൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് കേസസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റബിലിറ്റി മീൻസ് ഹൗ ഈസിലി എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്യാൻ ബി ടെസ്റ്റഡ്. അപ്പം ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് lead to testable software: operability, observability, controllability, decomposability, simplicity, stability, understandability. അപ്പോൾ ഇത് ടെസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓപ്പറബിലിറ്റി, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബെറ്റർ ഇറ്റ് വർക്ക്സ് ദ മോർ എഫിഷ്യൻ്റ്ലി ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്. അപ്പോൾ നല്ല വർക്ക്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർലി ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെ ഇപ്പോൾ ഒരു ഫങ്ഷൻ ചെയ്യുകയാണ്, അഡീഷനാണ്, അത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, നോർമൽ വേയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇഫ് എ സിസ്റ്റം ഈസ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ക്വാളിറ്റി in mind, relatively few bugs will block the execution of test, allow testing to progress without fits and starts. ഓക്കെ, അപ്പം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം, അതായത് ടെസ്റ്റ് എന്താ പറയുക, കുറച്ച് എറേഴ്സൊക്കെ മേ ബി അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. ദെൻ ഒബ്സർവബിലിറ്റി, അതായത് വ്യൂ ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് യു സീ ഈസ് വാട്ട് യു ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ്, ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്. ഇൻപുട്ട് പ്രൊവൈഡഡ് ആസ് പാർട്ട് ഓഫ് ടെസ്റ്റിംഗ് മസ്റ്റ് പ്രൊഡ്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട്സ്. സിസ്റ്റം സ്റ്റേറ്റ്സ് ആൻഡ് വേരിയബിൾസ് മസ്റ്റ് ബി വിസിബിൾ ഓർ queryable during execution. Okay, incorrect output must be easily identified. Internal errors are to be automatically detected and reported. Source code must be accessible. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻകറക്റ്റ് ഔട്ട്പുട്ട് ഡിറ്റക്ട് ചെയ്യുക, ഇൻറ്റേർണൽ എറേഴ്സ്, അതായത് സോഴ്സ് കോഡിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഡിറ്റക്ട് ആൻഡ് റിപ്പോർട്ടഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടെസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ കറക്ഷൻസ് അതിനകത്ത് വരുന്നില്ല, എറേഴ്സ് ഫൗണ്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. കോഡ് ചെയ്തിരിക്കുന്ന അല്ലെ ഡിസൈനേഴ്സാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. Then controllability, it states that the better we can control the software, the more the testing can be automated and optimized. ഓക്കെ, അപ്പം നമുക്ക് സോഫ്റ്റ്വെയർ പറഞ്ഞല്ലോ, കൺട്രോൾ ഇൻഫർമേഷൻസ്, കൺട്രോളിങ്, അതായത് ആ കാര്യങ്ങളെല്ലാം, ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ കോഡിങ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസിലി ദ മോർ ദ ടെസ്റ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ്. ദിസ് പ്രോപ്പർട്ടി പ്രൊവൈഡ്സ് ഫോളോവിങ് അഡ്വാൻറ്റേജസ്. എന്തൊക്കെയായിരിക്കാം? സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ സ്റ്റേറ്റ്സ് ആൻഡ് വേരിയബിൾസ് ക്യാൻ ബി കൺട്രോൾ ഡയറക്ട്ലി ബൈ ദ ടെസ്റ്റ് എഞ്ചിനീയർ. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഈസിലി കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ടെസ്റ്റ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി സ്പെസിഫൈഡ്, ഓട്ടോമേറ്റഡ് ആൻഡ് റീപ്രൊഡ്യൂസ്ഡ്. ദെൻ ഡീകമ്പോസബിലിറ്റി, നമ്മളെപ്പോഴും കോഡ് ചെയ്യുമ്പം ഡീകമ്പോസിബിൾ, അതായത് നമ്മുടെ എൻ്റർ സിസ്റ്റത്തിനെ ഡീകമ്പോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ബൈ കൺട്രോളിങ് ദ സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ് വി ക്യാൻ മോർ ക്വിക്ക്ലി ഐസൊലേറ്റ് പ്രോബ്ലംസ് ആൻഡ് പെർഫോം സ്മാർട്ട് റീടെസ്റ്റിംഗ്. അതായത് മോഡ്യൂൾസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇൻഡിപെൻഡൻ്റ്ലി നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദ സോഫ്റ്റ്വെയർ സിസ്റ്റം മസ്റ്റ് ബി ബിൽറ്റ് ആസ് ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾ, സോ ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. ദെൻ സിംപ്ലിസിറ്റി, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈസിലി റീഡബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, അതുപോലെ തന്നെ സിമ്പിളായിരിക്കണം എന്നുള്ളത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ലെസ് ദർ ഇസ് ടു ടെസ്റ്റ്, ദ മോർ ക്വിക്ക്ലി വി ക്യാൻ ടെസ്റ്റ് ഇറ്റ്. Okay, the program should exhibit functional simplicity, structural simplicity, code simplicity. ഓക്കെ, അപ്പം ഫീച്ചർ സെറ്റ് ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
requirements, അതായത് feature set is the minimum necessary to meet requirements. Structural simplicity architecture must be modularized to limit the propagation of faults. Code simplicity coding standard must be adopted for ease of inspection and maintenance. അപ്പം എല്ലാ കാര്യങ്ങളും ഈസി ആയിരിക്കണം. അല്ല നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ഇതുപോലെയുള്ള എറേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ ഈസിയായിട്ട് കറക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള രീതി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ദെൻ stable ആയിരിക്കും. Then it implies that the fewer the changes, the fewer the disruptions to testing. അപ്പം നമ്മൾ ഒത്തിരി ചേഞ്ചസ് അല്ലേ, നമ്മൾ സ്റ്റേബിൾ ആയിട്ടായിരിക്കണം. അല്ലാതെ കോഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാം മാറ്റുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ചേഞ്ചസ് ടു ദ സോഫ്റ്റ്വെയർ മസ്റ്റ് ബി ഇൻഫ്രീക്വൻറ്റ്. ദേ മസ്റ്റ് ബി കൺട്രോൾഡ് വെൻ ദേ ടു occur. ചേഞ്ചസ് ഷുഡ് നോട്ട് ഇൻവാലിഡേറ്റ് എക്സിസ്റ്റിംഗ് ടെസ്റ്റ്. ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി, അത് പറഞ്ഞ പോലെ തന്നെ റീഡബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഇംപ്ലൈസ് ദ ഇൻഫർമേഷൻ വി ഹാവ് ദ സ്മാർട്ടർ വി വിൽ ടെസ്റ്റ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ടെസ്റ്റിംഗ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദ ആർക്കിടെക്ചറൽ ഡിസൈൻ ആൻഡ് ദ ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ internal, external and shared components must be well understood. Okay, technical documentation must be accessible, well organized, specific and detailed, accurate. Changes to the design are to be communicated to testers. അപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടായിരിക്കണം ചെയ്തിരിക്കുന്നത്, മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ആക്സസിബിൾ ആയിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, സ്പെസിഫിക് ആൻഡ് ഡീറ്റെയിൽഡ് ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. ഇനി മേ ബി ഡിസൈൻ കേസസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് എഞ്ചിനീയേഴ്സിനെ അത് പ്രോപ്പർലി നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് ടെസ്റ്റിംഗ് എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ എല്ലാ കേസസിലും എല്ലാ പുതിയ കൺസെപ്റ്റുകൾ പറയുമ്പോൾ ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ അതായത് ഡിസൈനിങ്, കോഡിങ് ഈസിയാണ്, അതായത് സിമ്പിളാണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്, റീഡബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റബിൾ അത്രയും കൂടെ ഈസി ആവും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പം ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ്റഗ്രേറ്റ്സ് സോഫ്റ്റ്വെയർ ടെസ്റ്റ് കേസ് ഡിസൈൻ മെത്തേഡ്സ് ഇൻ ടു വെൽ പ്ലാൻഡ് സീരീസ് ഓഫ് സ്റ്റെപ്സ്. അപ്പം ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എറേഴ്സ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈനേഴ്സിന്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ടാണ് ടെസ്റ്റിംഗ് നോർമലി പെർഫോം ചെയ്യുന്നത്. Okay, it describes the steps to be conducted as part of testing. It should incorporate test planning, test case design, test execution, resultant data collection, evaluation. It provides a roadmap that describes the steps to be conducted as part of testing. When the steps are planned and then undertaken, we can calculate effort, time and resources that will be required. അപ്പോൾ ടെസ്റ്റിംഗ് എപ്പോഴും പല രീതിയിൽ ഒരു മോഡ്യൂളാണെങ്കിൽ പോലും പല പല കാര്യങ്ങളായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫങ്ഷൻസ് പ്രോപ്പർലി പാരാമീറ്റേഴ്സ് റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കാൽക്കുലേഷൻസ് മിസ്റ്റേക്സ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിരിക്കും ടെസ്റ്റിംഗ് വരുന്നത്. സ്ട്രാറ്റജിക് അപ്രോച്ച് ഫോർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി പ്ലാൻഡ് ഇൻ അഡ്വാൻസ് ആൻഡ് കണ്ടക്റ്റഡ് സിസ്റ്റമാറ്റിക്കലി. നമ്മൾ അതായത് ടെസ്റ്റിങ്ങിലും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ന ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്ലാൻ ഇൻ അഡ്വാൻസ് എന്നാണ് പറയുന്നത്. എന്നിട്ട് സിസ്റ്റമാറ്റിക്കലി പെർഫോം ചെയ്യും. സ്ട്രാറ്റജി പ്രൊവൈഡ്സ് എ ടെംപ്ലേറ്റ് ഫോർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഓഫ് കോഴ്സ് ഇന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജിക് ടെംപ്ലേറ്റ് ഒക്കെ നമുക്കുണ്ടാവും. അതായത് എറേഴ്സ് നമ്മൾ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്നെല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു ടെംപ്ലേറ്റ് ഒക്കെ ആക്കി അതിനകത്താണ് ചെയ്യുക. എ നമ്പർ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഹാവ് ബീൻ പ്രൊപ്പോസ്ഡ്. കുറേ അധികം മെത്തേഡ്സ് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്തായിരിക്കാം, അതായത് കറക്റ്റായിരിക്കണം, നമ്മൾ ഫൗണ്ട് ചെയ്യുന്ന എറേഴ്സ് ഒക്കെ ഉള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ അത് കൃത്യമായാൽ മാത്രമേ നല്ലൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അല്ലെ ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകുമ്പം അത് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ടെസ്റ്റിംഗ് കേസസ് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. Perform effective technical reviews. By doing things, many errors will be eliminated before testing commences. Testing begins at the component level and works outward toward the integration of the entire computer-based system. അതായത് നമ്മൾ മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആക്ച്വലി കോഡിങ് ഡിസൈനിങ് എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ മോഡ്യൂൾ വൈസ് ആണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്.
ആ മോഡ്യൂൾ വൈസ് അത് ഓക്കെ പെർഫെക്റ്റ് ആണ് എന്ന് കൺഫേം ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കേസസിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ആർ അപ്രോപ്രിയേറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൻ്റെ നമുക്ക് കുറേ അധികം മെത്തേഡ്സ് ഒക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല പല കേസസിൽ പല ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് ടെസ്റ്റിങ് അങ്ങനെ അതിലും ആ കേസസിലും സബ് ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ടെസ്റ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ഡെവലപ്പർ ഓഫ് ദ സോഫ്റ്റ്വെയർ ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പം സോഫ്റ്റ്വെയർ ആക്ച്വലി ഡെവലപ്പ് ചെയ്ത ഡെവലപ്പറും പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പും കൂടെ ചേർന്നാണ് ടെസ്റ്റിംഗ് ആക്ച്വലി പെർഫോം ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് ആർ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ബട്ട് ഡീബഗിങ് മസ്റ്റ് ബി അക്കോമഡേറ്റഡ് ഇൻ എനി ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം എറേഴ്സ് ഫൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡീബഗിങ് എന്ന് പറയുമ്പം നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡീബഗിങ് എന്ന് പറഞ്ഞാൽ തന്നെ എറേഴ്സ് ഫൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് ആക്ടിവിറ്റീസാണ്. ഓക്കെ, അപ്പം എന്താണ് അതായത് ഡീബഗിങ് എന്ന് പറയുന്നത് അതായത് ടെസ്റ്റിങ്ങുമായിട്ട് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, പിന്നെ അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. എ സ്ട്രാറ്റജി മസ്റ്റ് അക്കോമഡേറ്റ് ലോ ലെവൽ ടെസ്റ്റ് ആൻഡ് ഹൈ ലെവൽ ടെസ്റ്റ്. ലോ ലെവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നെസസറി ടു വെരിഫൈ ദാറ്റ് എ സ്മോൾ സോഴ്സ് കോഡ് സെഗ്മെൻറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ഇംപ്ലിമെൻറ്റഡ്. ഹൈ ലെവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാലിഡേറ്റ് മേജർ സിസ്റ്റം ഫങ്ഷൻസ് അഗനിസ്റ്റ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. ലോ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ കോഡിംഗ് സെഷനാണ്. ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ്സുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. A strategy should provide guidance for the practitioner, provide set of milestones for the manager. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സെറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 2 ലെവലായിട്ട് കോഡിംഗ് ലെവൽ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ മേജർ സിസ്റ്റം ഫങ്ഷൻസ് വെച്ച് നമുക്ക് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.